सुखसाधनम् आयुर्वेदोपदेशेषु विधेये परमादर आयुक्कामयमानेन धर्मार्थसुखसाधनम् आयुर्वेदोपदेशेषु विधेये परमादर आयुक्कामयमानेन धर्मार्थसुखसाधनम् आयुर्वेदोपदेशेषु विधेये परमादर. Dear viewers, Ayurveda, the knowledge of life and longevity, is perhaps the oldest existing body of knowledge on the healing process. It is not merely a medical system, it is a way of life. This knowledge system deals with not only the problems of the body and mind, but also that of the human spirit and consciousness. In these days of changing paradigms, when Western science is looking to Eastern logic and spirituality to find solutions to physical, mental, spiritual and social problems, it is important for us to rediscover this holistic thought process in the interest of humanity at large. It is our humble attempt through this series to bring Ayurveda and its allied knowledge systems into your homes and hearts. We hope we have your blessings in this purposeful journey of ours. എന്താ ആദ്യം അഷ്ടാംഗഹൃദയത്തിൽ തുടങ്ങിയിട്ടുള്ളത്? രാഗാദിരോഗാൻ സതതാനുഷക്താൻ അശേഷകായപ്രസൃതാൻ അശേഷാൻ ഔത്സുക്യമോഹാരതീതാൻ ജഘാന യഹ് അപൂർവവൈദ്യായ നമോസ്തു തസ്മൈ. എന്നല്ലേ ആദ്യത്തെ ശ്ലോകം? എന്തായതിനർത്ഥം? ആദ്യം എന്തേ പറഞ്ഞ്? ശരീരത്തിനെയാണോ, വാദവിത്തങ്ങളെയാണോ, ദോഷങ്ങളെയാണോ, വ്യാധിയാണോ? ഇതൊന്നും അല്ലല്ലോ. രാഗാദി രോഗാൻ, രാഗാദികളാണ് സ്ഥിരമായ രോഗങ്ങൾ. രാഗം തുടങ്ങിയ രോഗങ്ങളെ മാറ്റുന്ന, ചികിത്സിച്ച് സൗഖ്യമാക്കുന്ന അപൂർവ വൈദ്യനെ നമസ്കരിക്കാം. അപ്പം ഈ രാഗം തുടങ്ങിയ രോഗങ്ങളെ മാറ്റുക എന്നുള്ളത് തന്നെ പ്രധാനം. ശാരീരിക രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുന്ന വൈദ്യനെക്കാട്ടിലും അതിനെക്കാട്ടിലും ക്ലേശകരാന്നുള്ളൊരു സൂചന തന്നെ അതിലുണ്ട്. ശാരീരിക അല്ലെങ്കിൽ അർബുദം, അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രമേഹമോ, ബാക്കിയുള്ള പിന്നെ വാദമോ, പക്ഷാഘാതം എന്തായിക്കോട്ടെ, അത്തരം രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റുന്നതിലേറെ ക്ലേശതരമാണ് രാഗാദി രോഗങ്ങളെ മാറ്റുക എന്നുള്ളൊരു സൂചനയും. അത്തരം രോഗങ്ങൾ മാറ്റാൻ കഴിയുന്ന വൈദ്യന്, അപൂർവ വൈദ്യന് നമസ്കാരം എന്ന് പറയുന്നതോടുകൂടി തന്നെ മനോരോഗത്തിൻ്റെ പ്രാധാന്യവും മനോരോഗത്തിൻ്റെ ചികിത്സിക്കാനുള്ള ക്ലേശം കൂടി അതിന് വ്യക്തമാണ്. Although Ayurveda views health of an individual from a holistic viewpoint, there are areas of specialized treatment in this medicinal system too. Among the 8 limbs of Ayurveda, Bala Chikitsa or pediatrics, Netra Chikitsa or eye treatment, and Manoroga Chikitsa or treatment of mental diseases. In North Kerala, there is a very well-known and successful institution called Poongudil Mana, where members of a Brahmin family have been managing mental diseases in the Ayurvedic way for many generations now. ഭൂതപ്രേത അതിനെ പറ്റിയിട്ടുള്ള അതൊക്കെ മാനസികമായിട്ടുള്ള രോഗങ്ങളിൽ പെടുത്തിയിട്ടുള്ളതാണ് അവർ നമ്മുടെ ബാക്കിയുള്ളവർ ചെയ്തിട്ടുള്ളത്. ആ മാനസികമായിട്ടുള്ള ധൈര്യം ഉണ്ടാക്കുക തന്നെയാണ് അവർ പ്രധാനമായിട്ട് ചികിത്സ പറഞ്ഞിട്ടുള്ളത്. മരുന്നുകളും അതിനുള്ള തന്നെയാണ്. ബുദ്ധി ഉണ്ടാക്കാനും ബുദ്ധി വളർത്താനും ബ്രഹ്മി, വച, വയമ്പ് മുതലായിട്ടുള്ള മരുന്നുകൾ തന്നെയാണ്. സ്വർണം. മനോരോഗം വരുന്നത് ആർക്കാണെന്നുള്ള ചോദ്യത്തിന് രജതമോ ഗുണങ്ങളൊക്കെ വരുള്ളൂ. അത് രജതമോ ഗുണങ്ങളുള്ള മാനസപ്രതികളെ മാത്രം ബാധിക്കുന്നതാണ് മനോരോഗം. അപ്പോൾ ഈ രജതമോ ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് ആദ്യം മുതൽക്ക് പഠിക്കാൻ തുടങ്ങുക. തത്വമാണല്ലോ കഫം.
എന്താ സംശയം? സത്വമാണല്ലോ. രജസ്സാണ് പിത്തം, രജോ ഗുണാണ് പിത്തം. ബ്രഹ്മാവ് രജസ്സല്ലേ? രജസ്സാണ് പിത്തം, തമസ്സാണ് വാദം. ഇപ്പൊ സത്വരജസ് തമസ് ഈ മൂന്നെണ്ണം തമ്മിൽ ബന്ധിച്ചോ? മനസ്സിലായോ? മാനസ ശരീരേ ദുഷ്ടൈ, മാനസിക ദോഷങ്ങളും മാനസിക ദോഷങ്ങൾ കൊണ്ടോ മാനസിക ശാരീരിക ദോഷങ്ങൾ കൂടിച്ചേർന്നോ ദുഷിച്ചുണ്ടാകുന്നതാണ് മനോരോഗങ്ങൾ. അത് 6 എണ്ണമായിട്ടാണ് പറയുന്നത്. ഒന്ന് ഈ പിത്തോന്മാദം, കഫോന്മാദം, വാദോന്മാദം, സന്നിവാദോന്മാദം. അത് 4 എണ്ണം ശാരീരികമായിട്ടുണ്ട്. പിന്നെ ഈ ആഗന്തുകം എന്ന് പറയും, പുറമേന്ന് വരുന്നത്, അത് 2 എണ്ണമായിട്ടാണ് പറഞ്ഞത്. ആദിജം, മനസ്സിൻ്റെ വിഷമം കൊണ്ട് ഇതൊക്കെ ഉണ്ടാണ് ആദിജം. പിന്നെ വിഷജം. ഇങ്ങനെ 6 തരത്തിലാണ് ഉന്മാദങ്ങളെ വർഗീകരിച്ചത്. ആയുർവേദത്തിൽ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആയുർവേദ ശാസ്ത്രം പഠിച്ചാൽ എല്ലാം സ്പെഷ്യലൈസായിട്ട് ചികിത്സിക്കാവുന്ന ഒരു ശാസ്ത്രമാണത്. അതിലൊന്നും പ്രത്യേകത അങ്ങനെയൊന്നുമില്ല. നേത്ര ചികിത്സ അങ്ങനെയുള്ള വേറെയൊക്കെ ഉണ്ട്. Rajas and Tamas, born of Pitta and Vata, are said to cause mental imbalances in an individual. Pitta or the Agneya dosha is considered responsible for vision disorders. The main role in having any disease, onset of any disease in the eye, is attributed to the Pitta dosha. So the treatment, any physician going for the eye treatment, doing the eye treatment, should first of all aim at the proper metabolism in the body. So for that it has to be managed from the stomach, from the digestion part, from the functioning of the liver, from the functioning of the gallbladder. ബാലചികിത്സ, അത് ഞാൻ നേരത്തെ പറഞ്ഞു, ബാലചികിത്സ ഒരു വിഭാഗം തന്നെ ഇവിടെ ഉണ്ട്. അതായത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെയല്ല. കുട്ടികൾക്ക് വളരെ വ്യത്യാസമുണ്ട് ഈ ചികിത്സയിലുണ്ട്. മരുന്നുകൾക്ക് വളരെ കുറച്ചേ വേണ്ടു വരും. വളരെ ചെറിയ ചികിത്സ കൊണ്ട് മാറുന്നതാണ്. മറ്റ് രോഗികളാണെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് രോഗത്തിന് നിർണയം വരുത്താൻ സാധിക്കും. ചെറിയ പിഞ്ചു മക്കളെ കണ്ടാൽ അവരുടെ ചലനങ്ങളെ കൊണ്ടും പ്രകൃതിയെ കൊണ്ടും രോഗനിർണയം വരുത്തി ചികിത്സിക്കണം. അതെല്ലാം നമുക്ക് അത്രയധികം ജ്ഞാനാരംഗത്തുണ്ടാവണം, പരിചയം. അല്ലെങ്കിൽ കുട്ടികളെ ചികിത്സിക്കാൻ കഴിയില്ല. മനോരോഗത്തിൻ്റെ കാരണങ്ങൾ ചിലപ്പോൾ ജനനപൂർവം മുതൽ ഗർഭസ്ഥയായിരിക്കുന്ന ശിശുവിൻ്റെ സമയത്ത്, പ്രസവ സമയത്തുണ്ടാവുന്ന ക്ലേശങ്ങളോ, ഈ കുട്ടി വളരുന്ന പരിതസ്ഥിതിയോ, ബാക്കിയുള്ള ആ കുട്ടി വളർന്നെത്തുന്ന ഇത്ര പ്രായമായ രോഗിക്കുണ്ടെങ്കിൽ രോഗം തന്നെ ആ പ്രായം വരെയുള്ളത് എല്ലാ ഘടകങ്ങളും ഒരു ചങ്ങല പോലെ പ്രവർത്തിക്കുന്ന ഇതാണ് ഈ കാരണങ്ങൾ. അതിന്ന് ഒരു കണ്ണി മാത്രം പറിച്ചെടുത്ത് ഇതാണ് രോഗകാരണം എന്ന് പറയുമ്പോൾ അത് ഈ മനോരോഗത്തിൻ്റെ കാരണങ്ങളെ, അതിൻ്റെ സങ്കീർണതയെ നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ സങ്കീർണത ബോധ്യമായിട്ടില്ല എന്നുള്ളൊരു കുറ്റം മാത്രമല്ല, അതിനെ ഏറെ സരളവൽക്കരിച്ചു, ഓവർ സിംപ്ലിഫൈഡ് ആക്കി എന്നുള്ള ഒരു കുറ്റം പോലും അതിനുണ്ട്. ഗർഭസ്ഥ ശിശു ഗർഭിണിയായ കാലം മുതൽ തന്നെ അതിന് പരിപാലനം ശരിക്കും വേണം. അവർക്കൊന്ന് വളരെ മോഡേൺ സയൻസുമായിട്ട് നമ്മുടെ ആയുർവേദം കൂടിയിട്ട് വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സാധാരണ ഗർഭചികിത്സ മുതൽ തന്നെ തുടങ്ങുക. അത് 1-ാം മാസം മുതൽ തന്നെ ഓരോ ഔഷധങ്ങൾ പ്രത്യേകം കൊടുക്കാൻ ആയുർവേദം നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ ഗർഭിണിക്ക് ഉതകുന്ന വിധത്തിലുള്ള വ്യായാമ മുറകൾ പറയുന്നുണ്ട്, പാടില്ലാത്തതും പറയുന്നുണ്ട്. അധികം വഴി നടക്കുക, പട്ടിണി കിടക്കുക, മനോവിഷമങ്ങൾ ഒന്നും തട്ടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. മറ്റ് അലോപ്പതിക്കാർ ഇപ്പോൾ ബെഡ് റെസ്റ്റ് എന്ന് മാത്രം പറയും. പ്രഗ്നൻ്റായി എന്ന് കണ്ടാൽ പിന്നെ ബെഡ് റെസ്റ്റ്, അനങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഈ പ്രസവത്തിന് വൈകല്യങ്ങളൊക്കെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടുണ്ടാവാനും ഒക്കെ കാരണമാണ്. പഴയ കാലത്തൊക്കെ നമ്മുടെ നാടൻ ചികിത്സാ രീതി ഈ നിത്യം പണിയെടുക്കുന്നവരൊക്കെ നടുലായാലും കൃഷിപ്പണിയായാലും എല്ലാം ചെയ്യവർ അതിൻ്റെ ഇടയിൽ വന്നിട്ടായിരിക്കും പ്രസവിക്കുക. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ സുഖപ്രസവമായിട്ട് നടക്കണം. According to Ayurveda, the health status of an individual is dependent on a complex series of factors, starting right from that person's prenatal stage
and leading right up to the present moment in life. ജനനപൂർവമായി ജനനാന്തരവും ഈ വളർച്ച എത്തുന്നത് വരെയുള്ള ഒരുപാട് സംഭവങ്ങളുടെ ആകത്തുകയായിട്ട്, കാരണം ഇവൻ്റെ പഞ്ചേന്ദ്രിയങ്ങളുടെ ശക്തി, ഇവൻ്റെ അതൊക്കെ അതിനനുസരിച്ചിട്ടാണല്ലോ വിജ്ഞാനം. പഞ്ചേന്ദ്രിയങ്ങൾ കൂടി അല്ലാണ്ട് വേറൊന്നും ഉൾക്കൊള്ളാൻ വഴിയില്ലല്ലോ. പഞ്ചേന്ദ്രിയത്തിൻ്റെ ശക്തി, ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിൻ്റെ ശക്തി, ഇവൻ്റെ പരിതസ്ഥിതിയുടെ ഇതൊക്കെ കൂടി ആർജിച്ച് നിൽക്കുന്ന ഒരു സംസ്കാരം പോലത്തെയാണ് ഇവൻ്റെ പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയിൽ അത് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഈ രോഗകാരണങ്ങൾ ചിന്തിക്കേണ്ടി വരിക എന്നുള്ളതാണ് സത്യം. Pitta is responsible for giving us vision, the sight. There is a particular name is also given for that alochakam, drishti alochakam. So the alochaka pitta, which gives us vision. So this pitta, basically the seat of pitta in the body is the central portion of the body, trunk. That is covered by the stomach, liver, that gallbladder, and the entire system, the colons, large and small colons. So this is a seat of pitta. പിത്തത്തിനോ കഫത്തിനോ ചലന സ്വഭാവമില്ല. അവർക്ക് എന്തെങ്കിലും ഒന്ന് ഇളകണമെങ്കിൽ ഈ വായു വേണം, വായു വേണം, ഇല്ലെങ്കിൽ ഇളകാൻ പറ്റില്ല. രണ്ടും മുടന്തന്മാരാ. പിത്തപ്പങ്കു കഫ പങ്കു പങ്കുരേവ അങ്ങനെയാണല്ലോ പറയണത്. അവരൊക്കെ മുടന്തന്മാരാ. അവരൊന്നും ചെയ്യാൻ നടക്കാൻ പറ്റില്ല. നടക്കണമെങ്കിൽ ഈ വായു വേണം. അപ്പോൾ അയാളെ അടിയിൽ കൊണ്ടുവച്ചു. ആ വായുവാണ് നമ്മളെ മുഴുവനും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വാതപിത്ത കഫങ്ങളുടെ സന്തുലനാവസ്ഥയാണ് രോഗമില്ലായ്മ. പക്ഷേ സത്വരജോ തമോ ഗുണങ്ങളുടെ സന്തുലനാവസ്ഥയാണ് മനോരോഗ ഇല്ലായ്മ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സത്വഗുണങ്ങളുടെ ആവോളുള്ള വർധനവും അല്ലെങ്കിൽ രജതമോ ഗുണങ്ങളുടെ അളവ് കുറയ്ക്കലും, ഇതാണ് മനോരോഗം ഉണ്ടാവാതിരിക്കാൻ വളരെ കാര്യം. ആചാര്യന്മാർക്ക് മനനം കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിയുടെ വൈകൃതങ്ങൾ അവർ ഏതൊക്കെ രൂപത്തിലാണ് ആളുകളിലേക്ക് എത്തിക്കുന്നതെന്നുള്ളത് നമ്മൾ കണ്ടറിയുന്ന വേണം. അത് ചിന്തിച്ചാലേ അറിയുള്ളൂ, അല്ലെങ്കിൽ അറിയില്ല. വളരെ സൂത്രത്തിൽ അവരറിയാം, നമ്മളറിയില്ല. ഇപ്പം നിങ്ങളറിയില്ല നിങ്ങളിൽ എത്തണത്. അത്ര സൂത്രത്തിലാണ് അവർ കൊണ്ടുവരിക. വായു പിത്തം കഫശ്ചേതി ത്രയോ ദോഷ സമാസത. ചുരുക്കത്തിൽ വികൃത ആവികൃത ദേഹം ഘനന്തി തേ വർത്തയന്തി ച. അവിടെ നോക്കൂ, വികൃതാഹ ഘനന്തി, വികൃതാഹ ദോഷാഹ. ഈ ദോഷങ്ങളെ വാതപിത്ത കഫങ്ങൾ വികൃതങ്ങളായാൽ ഘനന്തി കൊല്ലും. ഈയിടെയായി സംഭവിച്ച അല്ലെങ്കിൽ വന്നിട്ടില്ലേ കൂട്ടുകുടുംബത്തിൻ്റെ അഭാവം. കാരണം എല്ലാവരും സ്വന്തം ദ്വീപ് പോലെയായി. കൂട്ടുകുടുംബത്തിൻ്റെ അഭാവം, പിന്നെ ജീവിതത്തിൻ്റെ മത്സരം, ഉപഭോക്തൃ ഇതിനോടുള്ള ആഭിമുഖ്യം, ഇതൊക്കെ കൂടിയിട്ട് കൂടുതൽ മത്സരത്തിനുള്ള ഒരു ആവുകയാണ്. മാത്രമല്ല പണ്ടത്തെ പോലെയുള്ള ഈ സ്നേഹം എന്നുള്ളൊരു വാക്കിനെ പറയാം, അത് സമൂഹത്തിന് കുറേശ്ശെ ഇങ്ങനെ ചോർന്നു പോവുകയാണ്. ആരും വേണില്ല. ഇപ്പോൾ ഈ മാത്രമല്ല ഇപ്പോൾ വാർദ്ധക്യത്തിൽ ഇപ്പോൾ തുണക്കാണില്ല. വൃദ്ധസദനങ്ങളാണ് കൂടുതൽ വരുന്നത്. വൃദ്ധസദനങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ വൃദ്ധസദനത്തിലുള്ള അന്തേവാസിക്ക് ചിലപ്പോൾ 8 or 10 മക്കളുണ്ടാവാം, എങ്കിലും ഇവിടെ വരികയാണ്. അപ്പോൾ സമൂഹത്തിലുള്ള മാത്രമല്ല ഈ ഇത്തരത്തിലുള്ള സ്ട്രെസ്സും സ്ട്രെയിനും സത്യത്തിൽ സാമൂഹ്യ ജീവിതം ആരംഭിച്ചിട്ടില്ല പ്രൊഡക്റ്റാണ് സ്ട്രെസ്സും സ്ട്രെയിനും. സാമൂഹ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മനോരോഗം പോലെയുള്ള തലച്ചോറിനുള്ള ആവേഗമായ ഓർഗാനിക്കായിട്ട് തകരാറുകൾ മുമ്പും ഉണ്ടാവാം. ഇത്തരം സ്ട്രെസ്സ്, സ്ട്രെയിൻ, ഉത്കണ്ഠ, ഭയം, ഭീതി, ഇങ്ങനെയുള്ള ചെറിയ ഘടകങ്ങളൊക്കെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഇത്തരത്തിലുള്ള. അതിപ്പോൾ ഇനി വർദ്ധിക്കാനേ നിവൃത്തിയുള്ളൂ. പഴയ കാലത്ത് നമ്മുടെ കേരള സംസ്കാരം പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ടി വരും. നമ്മുടെ കേരളത്തിൽ ഓരോ ഗ്രഹത്തിലും കുടുംബവൈദ്യം എന്നുള്ളത് ശരിക്കുണ്ട്. ഒരു കുട്ടി ജനിച്ചാൽ
ഉടനെ ചെയ്യേണ്ടത് ഒക്കെ അവർക്കറിയാം. അമ്മമാർക്ക് 28 കഴിഞ്ഞാൽ വയമ്പ് കൊടുക്കുക, വയമ്പും ഫലാദികളും കൊടുക്കുക, വാഴയ്ക്ക കൊടുക്കുക, കായപ്പൊടിയൊക്കെ കുറേശ്ശെ ഖരാന്നങ്ങളായിട്ടുള്ള അതിനൊക്കെ ഒരു കൃത്യനിഷ്ഠയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ നമ്മൾ പരിഷ്കൃത ലോകത്തിൽ അതൊക്കെ മോശമാണ്, ആഭാസമെന്ന് തോന്നാൻ തുടങ്ങി. ഇന്ത്യയിൽ ഏറ്റവും അധികം മനോരോഗത്തിനുള്ള ഔഷധങ്ങൾ, സൈക്യാട്രിക് ഡ്രഗ്സ് ഏറ്റവും അധികം വിറ്റഴിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് കേരളം. ആത്മഹത്യാ നിരക്കുകൾ വളരെയധികം വർദ്ധിക്കുകയാണ്. പാശ്ചാത്യരുടെ അതിപ്രസരം കൊണ്ട് അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതിയുടെ സൗകര്യങ്ങളെ കൊണ്ട് അതിൻ്റെ എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ആയപ്പോൾ എല്ലാവർക്കും ഇന്ന് ഉടനെ രോഗപരിഹാരം വേണം, ഇമ്മീഡിയറ്റ്ലി ആക്ഷൻ വേണം. അതിന് നമുക്ക് ആയുർവേദം കൊണ്ട് സാധ്യമല്ല. ആയുർവേദത്തിൽ അടിസ്ഥാനപരമായിട്ട് ചികിത്സിച്ച് ത്രിദോഷ സിദ്ധാന്തമായിട്ട് ഏത് ദോഷ കോപിച്ചതെന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചികിത്സിച്ച് നേരേക്ക് ഒരു ശരീരത്തിനെ പടുത്ത് നേരേക്ക് കൊണ്ടുവരണം. അലോപ്പതിക്ക് അതില്ല. കണ്ട പനിയാണ്, പനിക്ക് മരുന്ന് കൊടുത്തു, അല്ലെങ്കിൽ വേദനയാണ്, വേദനയ്ക്ക് മരുന്ന് കൊടുത്തു, ഉടനെ മാറി. അപ്പോൾ എല്ലാവരും അതിനെ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ജനങ്ങൾ അതിൻ്റെ ദോഷവശങ്ങൾ, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ വരുന്ന ദോഷവശങ്ങൾ കുറേശ്ശെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ആയുർവേദത്തിലേക്ക് വീണ്ടും തിരിഞ്ഞു വരുന്നു. The derailment in the digestive system is the causative factor for eye diseases. Because that you know well that the present day food system is absolutely against the rules, absolutely against the body system. തൽക്കാലം ഒരു ചെറിയ രോഗത്തിനൊക്കെ നമ്മുടെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കൊക്കെ ചികിത്സിക്കാൻ അറിയുമായിരുന്നു. കഞ്ഞിക്കൂർക്കയില, തുളസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ മുറ്റത്തുണ്ടാവും. മൂക്കടപ്പോ ജലദോഷമൊക്കെ വന്നു, 2 കഞ്ഞിക്കൂർക്കയുടെ ഇല കൊടുന്ന് വാട്ടി നെറിയലിട്ട് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്ക് ആശ്വാസമായി. കഞ്ഞിക്കൂർക്കയുടെ നീരിൽ വല്ല ഗുളിക എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആശ്വാസമായി. പനി വരുമ്പോൾ പനിക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളത് കുറച്ച് കൊത്തമ്പാലിയും ചുക്കും കാട്ടുതുളസിയും ഒക്കെ കൂടി കഷായം വെച്ച്, പൂവാങ്കുരുന്തല ഇതൊക്കെ കൂടി കഷായം വെച്ച് കൊടുക്കുക. എന്നാൽ പനി ഒരുവിധം പനിയൊക്കെ മാറും. ഇന്നിപ്പോൾ ആദ്യം എന്താണ്, മെറ്റാസിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്. In Ayurveda, intuition experienced by the physician while encountering a patient is considered a very valuable tool in the diagnosis and treatment of diseases. ഇവിടെ വരുന്ന ഒരു രോഗം മാറിപ്പോവല്ലാണ്ട് അത് ആ മാറിപ്പോണതിന് ഔഷധവും ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, ഇവിടുത്തെ ദേവിമാർ ഞങ്ങൾ കൊണ്ടാടുന്ന ദേവിമാരുടെ ഭഗവതിൻ്റെ ഗണപതിൻ്റെ അനുഗ്രഹമാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഞങ്ങൾക്ക് പരമമായിട്ടും ചൂണ്ടിക്കാണിക്കാറുള്ളത്. അതിൻ്റെ താഴെ എത്രയായാലും ഔഷധങ്ങളും ഞങ്ങളെ രോഗനിർണയോ ഔഷധ പ്രയോഗമൊക്കെ അതിനെത്രയോ താഴെ. ഗുരുത്വം എന്ന് വിശേഷിപ്പിക്കണ്ടല്ലോ, ആ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് തന്നെ അതുണ്ടാവുള്ളൂ. ആ വേണ്ട സമയത്ത് വേണ്ടത് തോന്നണമെങ്കിൽ നമ്മൾ ശാസ്ത്രം പഠിച്ചാലും ശരി, അജ്ഞനായിട്ട് കിടന്നിങ്ങനെ പരിങ്ങുന്ന സമയത്ത് മനസ്സാൽ ഒന്ന് നൊന്ത് പ്രാർത്ഥിച്ചാൽ അപ്പോൾ നമുക്കൊരു ലൈൻ ക്ലിയറായിട്ട് തിരിഞ്ഞു കിട്ടുന്നു. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആ വഴിക്കാണ്ട് പോയാൽ ശുഭമായിട്ട് വരുന്നു. അത് സാമാന്യേന ഈ ഇപ്പോൾ ഇവിടെ ഇവരോട് ചോദിച്ചാൽ അറിയാതെ, ഇവരിപ്പോൾ അതിൽ ഒരാൾ 3-4 മാസമായിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുക, ദിവസം ഒരു 30-40 രോഗികൾ ഇവിടെ വരുന്നുണ്ടാവും. ഓരോരുത്തരും വരുമ്പോൾ എൻ്റെ മുഖത്തുണ്ടാവുന്ന പ്രതികരണവും ഞാൻ പറയുന്ന വാക്കുകളും അവർക്ക് എന്ത് കിട്ടണമെന്ന് ചോദിച്ചാൽ അതറിയാം. കാരണം നമ്മളിതിങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞു 51ാമത്തെ കൊല്ലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ സാമാന്യേന ഒരു രോഗി വരുമ്പോൾ സാധാരണയായിട്ടൊക്കെ അയാൾക്ക് ഏകദേശം എന്താവുമെന്ന് നമ്മുടെ ഉള്ളിൽ തോന്നും. അത് അനുഭവസിദ്ധിയാണ്, അല്ലാണ്ട് ബുദ്ധിസിദ്ധിയല്ല. അത് പറയാൻ ശരിയാവും, പറയാൻ തന്നെയാണല്ലോ. അനുഭവസിദ്ധിയാണ്, അനുഭവത്തിൽ കൂടി അത് കിട്ടുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, എഴുതി നേരെയാക്കാൻ സാധിക്കില്ല. ഇതെങ്ങനെയാണ് എഴുതി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇന്നതുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. ഈ തോന്നിയത് എങ്ങനെ എഴുതാൻ സാധിക്കില്ല. അത് തോന്നലാണ്. അത് നമുക്ക് കുറേ കാലങ്ങളെ കൊണ്ടുണ്ടാവുന്നതാണ്, ഒരു നിമിഷം കൊണ്ടുണ്ടാവുന്നതല്ല. അതാണ് ദർശനം. ഭക്തി, വിശ്വാസം, സത്യം. സത്യസന്ധനാവണം ഒരു ഭിഷഗ്വരൻ എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം പല വിധത്തിലും ധനാപഹരണമായിട്ടുള്ള ചിന്താഗതിയോട് കൂടിയിട്ട് ഈ രംഗത്ത് ചെയ്യാൻ പറ്റില്ല. പരോപകാരം ചെയ്യാ വൃഥ തന്നെയും ആദരാൽ ഫലസിദ്ധി ഭവിച്ചിടും മറ്റൊരിടത്ത് സർവ്വത എന്നാണ്. കാരണം നമ്മൾ മനുഷ്യനെ കണ്ടാൽ കാശ് തരുന്ന ആളായാലും കാശ് തരാത്ത ആളായാലും ഒരേമാതിരി സ്നേഹിച്ച് പെരുമാറി വേണ്ടത് ഉപദേശിച്ചു കൊടുക്കുക.
അതിന് ഒരാൾ പ്രതിഫലം തന്നിട്ടില്ലെങ്കിൽ പിന്നെ ആൾ വരുമ്പോൾ കൂടുതൽ തന്നേക്കും. അപ്പോൾ ഈ മേക്കപ്പ് ചെയ്തോളും. ब्रह्मास्पृत्वायुषो वेदं प्रजापतिमजीगृहत् ब्रह्मास्पृत्वायुषो वेदं प्रजापतिमजीगृहत् सोऽश्विनौ तौ सहस्राक्षं सोऽत्रिपुत्रादिकान् मुनिन् ते अग्निवेशादिकांस्ते तु पृथक् चन्द्राणि ते निरे ते अग्निवेशादिकांस्ते तु पृथक् चन्द्राणि ते निरे. ब्रह्मास्पृत्वायुषो वेदं प्रजापतिमजीगृहत् ब्रह्मास्पृत्वा